വയനാട് കോണിച്ചിറയിൽ പശുക്കളെ കൊന്ന കടുവയെ മയക്കുവെടി വെക്കാനുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചതായി വനം വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ വെറ്ററിനറി ഡോക്ടർമാരുടെ സംഘത്തെ പ്രദേശത്തേക്ക് അയച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി അനൂപ് കെ.ആർ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. അനൂപ്, ഈ സംരംഭം എവിടം വരെയായി ദൗത്യ സംഘത്തിൻ്റെ? അജിംഷാദ്, സ്വാഭാവികമായും വയനാട്ടിൽ കേണിച്ചിറയിൽ കടുവയുടെ ആക്രമണം ഉണ്ടായിട്ടുള്ള കേണിച്ചിറയിൽ സ്വാഭാവികമായും വലിയ പ്രതിഷേധം ഇത് രാവിലെ തന്നെ നടന്നതാണ്, തുടരുകയാണ്. ഇപ്പോൾ ഇതിനിടെയാണ് വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ ഇതുമായി ബന്ധപ്പെട്ട് വനവകുപ്പ് സ്വീകരിക്കുന്ന ചില നടപടികളെക്കുറിച്ച് വിശദീകരിച്ചത്. അദ്ദേഹം പറയുന്നത് ഈ മയക്കുവെടി വയ്ക്കാനുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു എന്നാണ്. അതിനായുള്ള വെറ്ററിനറി ഡോക്ടർമാരുടെ സംഘത്തെ ഈ പ്രദേശത്തേക്ക് അയച്ചു എന്നും വനവകുപ്പ് മന്ത്രി നേരത്തെ അറിയിക്കുകയുണ്ടായി. ഏതായാലും ഇവിടെ ഒരു പ്രതിഷേധം ശക്തമാകുന്നൊരു സാഹചര്യമാണ് പ്രധാനമായും ഉള്ളത്. നേരത്തെ ഈ കടുവ ആക്രമിച്ചു കൊന്ന ബെന്നിയുടെ വീട്ടിലെ ആനയുമായി ബെന്നിയുടെ വീട്ടിലെ കടുവ ആക്രമിച്ചു കൊന്ന പശുവിൻ്റെ മൃതദേഹവുമായി ജനങ്ങൾ ഈ കേണിച്ചിറ ടൗണിലേക്ക് എത്തുകയും വലിയ ശക്തമായ പ്രതിഷേധം നടത്തുകയും ചെയ്തു. റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു സമരമാണ് നടത്തുന്നത്. അത് ഇപ്പോഴും തുടരുകയാണ്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് വനവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാം നാട്ടുകാരുമായി ചർച്ച നടത്തിയെങ്കിലും, പ്രാഥമികമായ ചില ചർച്ചകളെല്ലാം നടത്തിയെങ്കിലും ഏതെങ്കിലും വിധത്തിൽ ഒരു സങ്കീർണതയിലേക്ക് കാര്യങ്ങളെ നീക്കുകയല്ല. പക്ഷേ എത്രയും വേഗം ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകണം എന്നാണ് ജനങ്ങൾ പറയുന്നത്. അത് തീർച്ചയായും മയക്കുവെടി വെച്ച് കടുവയെ പിടികൂടുക എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ആ ആവശ്യത്തിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുന്നു. അത്രയും പെട്ടെന്ന് തന്നെ ആ രീതിയിൽ വയനാട് സൗത്ത് വയനാട് DFO ഉൾപ്പെടെ ഫോറസ്റ്റിന്റെ ഉദ്യോഗസ്ഥർ സമരസമിതിയുമായി ചർച്ചയ്ക്ക് തയ്യാറായി. നമ്മൾ നേരത്തെ നിങ്ങളോട് കൂടി സംസാരിച്ചിട്ടാണ് പഞ്ചായത്ത് ഓഫീസിൽ ചർച്ച നടത്തിയത്. പഞ്ചായത്ത് ഓഫീസിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് എടുത്ത തീരുമാനങ്ങൾ അദ്ദേഹം ഇവിടെ വിശദീകരിക്കും. നമ്മൾ കൂട്ടായി ചർച്ച ചെയ്ത് ഫൈനലായിട്ട് അതിന് രൂപം കൊടുക്കുന്നതാണ്. അത് പറയുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട DFOയെ ക്ഷണിക്കുകയാണ്. DFOയുമായി നടത്തിയ ചില പ്രാഥമിക ചർച്ചകളിലുണ്ടായ തീരുമാനങ്ങൾ DFO ജനങ്ങളോട് വിശദീകരിക്കുകയാണ്. ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. നമ്മൾ സർവകക്ഷി യോഗം പഞ്ചായത്തിൽ കൂടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ എടുത്ത തീരുമാനങ്ങൾ ഞാനൊന്ന് പറയാം. ഇപ്പോൾ 4 പശുക്കളെയാണ് നമുക്ക് കഴിഞ്ഞ 3 ദിവസമായിട്ട് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതിൽ അവർക്കുള്ള നഷ്ടപരിഹാരം കൊടുക്കാൻ വനംവകുപ്പ് തീർച്ചയായിട്ടും തയ്യാറായിട്ടുണ്ട്. അതിൽ അഡ്വാൻസ് ആയിട്ട് വനംവകുപ്പ് FDA മുഖേന ഒരു പശുവിന് 30,000 രൂപ വെച്ച് തന്നെ നാളെ തന്നെ ചെക്ക് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. രണ്ടാമത്തത് ടെക്നിക്കൽ കമ്മിറ്റി ഒപ്പിട്ടിട്ട് നമുക്കിതിനെ മയക്കുവെടി വയ്ക്കാനുള്ള പെർമിഷൻ ചീഫ് ഇടപാടിൽ നിന്ന് വാങ്ങിക്കാനുണ്ട്. കമ്മിറ്റിയുടെ അംഗങ്ങൾ പല സ്ഥലങ്ങളിലാണ് ജില്ലയുടെ. അവിടെ ഒപ്പ് വാങ്ങിക്കാനുള്ള നടപടി ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. ഇതിനു മുമ്പ് തന്നെ 1 മണിക്കൂറിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉച്ചയോടുകൂടി തന്നെ നമുക്ക് അതിനുള്ള നടപടി പൂർത്തീകരിച്ച് 2 മണിയാകുമ്പോഴേക്കും നമുക്ക് ഉത്തരവ് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ തന്നെ നിൽക്കുന്നു. അതിനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ കർഷകരുടെ നഷ്ടപരിഹാരം എത്രയാണ് ബാക്കി വരുന്നതെന്നുള്ളത് നമ്മൾ ഡോക്ടറുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെയും വാല്യുവേഷൻ്റെയും അടിസ്ഥാനത്തിൽ അടിയന്തരമായിട്ട് തന്നെ കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കും. അഡ്വാൻസായിട്ട് ഞാൻ പറഞ്ഞു, അഡ്വാൻസായിട്ട് 30,000 ചെക്ക് നാളെ തന്നെ കൊടുക്കുന്നതാണ്. പിന്നെ RRT ടീമിനെയും മറ്റ് ബന്ധപ്പെട്ട കൂടുതൽ സ്റ്റാഫിനെയും ഇവിടെ എത്തിക്കാനുള്ള നടപടിയും കൂടെ സ്വീകരിക്കുന്നുണ്ട്. ഇത്രയാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ DFO വിശദീകരിച്ചത് ഇതാണ്. പ്രധാനമായും ഈ പ്രശ്നത്തിൽ നാട്ടുകാർ ഉന്നയിച്ച ചില പ്രശ്നങ്ങൾ അത് വനം മന്ത്രിയുടെ നേരത്തെ ഉണ്ടായിട്ടുള്ള പ്രതികരണം ഈ ഘട്ടത്തിൽ DFO വിശദീകരിച്ചു ജനങ്ങളോട്. അദ്ദേഹം പറഞ്ഞത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കടുവയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അതിൽ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ, അത് മയക്കുവെടി വയ്ക്കാനുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്നാണ്. അതിൽ പ്രധാനമായും വെറ്ററിനറി ഡോക്ടർമാരെ ഇങ്ങോട്ട് അയച്ചു. വെറ്ററിനറി ഡോക്ടർമാർ ഈ സ്ഥലത്തെത്തി ഈ കടുവയുടെ ആരോഗ്യസ്ഥിതിയും മറ്റും പരിശോധിക്കേണ്ടതുകൊണ്ട് മയക്കുവെടി വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഏതായാലും അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നു എന്നാണ് വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ നേരത്തെ പറഞ്ഞത്. അതിപ്പോൾ DFO വിശദീകരിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ ഇനി ഉണ്ടാവേണ്ട ഒരു തീരുമാനം ജനങ്ങളുടെ ഭാഗത്തു നിന്നാണ്. ഏത് വിധത്തിൽ അവർക്കത് ആശ്വാസകരമായിട്ടുള്ള ഒരു നടപടിയാണ് എന്നുള്ളതാണ് ഈ വാഗ്ദാനം. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ കൂടി അല്ലെങ്കിൽ ഈ സർവകക്ഷി സംഘടനകളെല്ലാം കൂടി ഒരു തീരുമാനത്തിലെത്തണം. ഈ തീരുമാനം അവർ അംഗീകരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ സമരം അല്പസമയത്തിനകം അവസാനിക്കും, അല്ലെങ്കിൽ ശക്തമായി തന്നെ മുന്നോട്ട് പോകും. ജനങ്ങളുടെ പ്രാഥമികവും അന്തിമമായിട്ടുള്ള ആവശ്യം ഇതാണ്. അതായത് കടുവയെ മയക്കുവെടി വെച്ച് ഈ പ്രദേശത്തുണ്ടായിട്ടുള്ള ഭീതി അകറ്റുക എന്നുള്ളത്. ഏതായാലും ആ ആവശ്യം മുൻനിർത്തി തന്നെ ശക്തമായ പ്രതിഷേധം ഇവിടെ തുടരുകയാണ്. ഇപ്പോൾ DFO വിശദീകരിച്ചത് ഇവർ അംഗീകരിച്ചാൽ ഒരുപക്ഷെ സമരം അല്പസമയത്തിനകം അവസാനിക്കും. കേണിച്ചിറ.